നമസ്കാരം. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി ആഗതമായിരിക്കുന്നു. പരിസ്ഥിതി ബോധവൽക്കരണത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകവ്യാപകമായി ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ വെച്ചാണ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 1974 പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ ഈ വർഷത്തെ അഥവാ 2021 പരിസ്ഥിതി ദിന മുദ്രാവാക്യമാണ് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കൽ. ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാടാണ് അതിന്റെ ആവാസ വ്യവസ്ഥ. നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയെയും അതിന്റെ ഭവിഷ്യത്തുകളെയും ലോകത്തെ ബോധവൽക്കരിക്കപ്പെടുത്തുകയാണ് ഈ ഒരു ദിവസത്തിന്റെ ലക്ഷ്യം. എല്ലാ ജീവജാലങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. എന്നാൽ ഇന്നത്തെ പരിസ്ഥിതിയുടെ അവസ്ഥ നമ്മെ ഭയപ്പെടുത്തുന്നവയാണ്. എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെയും നശിപ്പിച്ച് ജീവിക്കാമെന്നുള്ള ചിന്ത മനുഷ്യനിൽ കടന്നുകൂടിയിരിക്കുന്നു. ഭൂമി മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ അത്യാവശ്യത്തിനുള്ളത് ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ അനാവശ്യത്തിനുള്ളത് ഇല്ല. എന്നാൽ ഗാന്ധിജിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. സ്വാർത്ഥരായ മനുഷ്യൻ പരിസ്ഥിതി കേൾപ്പിക്കുന്ന ക്രൂരമായ ചൂഷണങ്ങൾ, പ്രളയവും മഹാമാരിയും സുനാമിയും കൊടുങ്കാറ്റും എല്ലാം ആഞ്ഞടിക്കുന്നു. മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒരു തിരിച്ചുപോക്ക് ചിന്തിക്കൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വരും തലമുറക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെ വരും. ഈ കൊറോണ കാലത്ത് ഓക്സിജന്റെ വില നാം മനസ്സിലാക്കി. എന്നാൽ പ്രകൃതി ഓക്സിജൻ വെറുതെ തന്നപ്പോൾ നാം അതിന്റെ വില മനസ്സിലാക്കില്ല. ഇനിയെങ്കിലും അതിന്റെ വില മനസ്സിലാക്കാൻ നോക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ നട്ടുവളർത്തുക. നമ്മുടെ ജീവിത ശൈലികളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. മരങ്ങൾ നട്ടുവളർത്താം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കാം, അതുപോലെ തന്നെ മഴവെള്ളങ്ങൾ സംഭരിക്കാം. നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്നുള്ള ദൃഢ പ്രതിജ്ഞയെടുക്കാം. പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നേറാം ജാഗ്രതയോടെ. നന്ദി, നമസ്കാരം.